ബൈബിൾ വായനാ ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:18. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42:10 മുതൽ 25 വരെയുള്ള ഭാഗങ്ങളിൽ ഇസ്രായേൽ നേരിടുന്ന നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ ന്യായവിധികളുടെ കാരണങ്ങൾ വിശദീകരിക്കുന്നു. തുടർന്ന് ദൈവം അവരെ ഓർമ്മിപ്പിക്കുന്നത് താൻ അവരുടെ ദൈവമാണെന്നും തനിക്കവർ വിലപ്പെട്ടവരുമാണെന്നാണ്. യെശയ്യാവ് ബാബിലോണിൽ പ്രവാസത്തിലായിരുന്ന ദൈവജനത്തിന് എഴുതുന്ന വേദഭാഗമാണിത്. എവിടെയായിരുന്നോ തങ്ങൾ അടിമത്തത്തിലായിരുന്നത് അവിടെ ദൈവജനം ദൈവത്തിന്റെ ന്യായവിധി അനുഭവിച്ചറിഞ്ഞു. എന്നാൽ അവരെ തടവിലാക്കിയിരുന്ന ബാബിലോണിന്റെ മേലും ദൈവം ന്യായവിധി കൊണ്ടുവരുമെന്നും അവരുടെ ശക്തി കെടുത്തിക്കളയുമെന്നും ദൈവം അറിയിക്കുന്നു. ആയതിനാൽ ഭൂതകാലത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർക്കുകയോ ചിന്തിക്കുകയോ വേണ്ട. അതായത് പിന്നിലേക്ക് നോക്കുന്നത് നിർത്തിയിട്ട് മുമ്പിലേക്ക് നോക്കുവാൻ ആരംഭിക്കുക. ദൈവം പുതുതായി ചിലത് മഹത്തായത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുക. അടിമത്തത്തിൽ നിന്നും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവം വ്യത്യസ്തവും കൂടുതൽ മെച്ചപ്പെട്ടതുമായ കാര്യങ്ങൾ തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്നു. ദാഹിച്ചിരിക്കുന്നിടത്ത് താൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരുമെന്നും ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ദൈവത്തോട് ചേർന്ന് നിന്ന് അവന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന പഴയകാല ചിന്തകൾ, മുൻകാലങ്ങളിലെ തെറ്റുകൾ, പരാജയപ്പെട്ട ബന്ധങ്ങൾ മുതലായവയെ ഓർക്കാതെ മരുഭൂയാത്രയിലെ നമ്മുടെ വഴിയായ യേശുവിൽ ആശ്രയിച്ച് മുന്നേറുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കും.